ഉച്ചയായി 12:30 സമയായി. അപ്പൊ പള്ളിയിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയായി. അപ്പൊ അദ്ദേഹം കുളിച്ചിട്ട് വന്ന് എല്ലാം റെഡിയാകുകയായി. നമ്മളോടൊന്ന് സഹായിച്ചു കൊടുക്കണം പുള്ളിക്കാരന്. തന്നെത്താൻ ചെയ്താലൊന്നും നല്ല തൃപ്തിയാകത്തില്ല. നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നിക്കുവാ റെഡിയായി പള്ളിയിൽ പോകാൻ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുകയും വേണം. എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. അപ്പൊ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിന്ന് സ്പ്രേ എല്ലാം അടിച്ചു കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ടാറ്റയൊക്കെ കാണിച്ച് പള്ളിയിലേക്ക് പോവുക. പോകാനെല്ലാം ഇറങ്ങി. തിരിച്ചു വന്ന് പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 3 മണിയായപ്പം തന്നെത്താനെ പുള്ളിക്കാരൻ്റെ തുണിയെല്ലാം മടക്കി ഓരോന്ന് വെക്കുക പുള്ളിക്ക് ആകുന്നത് പോലെ. നല്ല രീതിയിലൊന്നും മടക്കത്തില്ല. എങ്കിലും പുള്ളിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളോട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ കൈകൊണ്ട് അനങ്ങാതെ അവിടെ അങ്ങ് ഇരിക്കും. നല്ലപോലെല്ലാം അമർത്തിയൊക്കെയാ തുണി മടക്കി വെക്കുന്നത്. എല്ലാം നീക്കി വെച്ചുകൊണ്ടിരിക്കുക. എല്ലാം മണപ്പിച്ചും ഒക്കെ നോക്കി വെച്ചൊക്കെയാ വെക്കുന്നത്. സ്മെല്ലും ഒക്കെ ഉണ്ടോ, അല്ല മണമുണ്ടോ, എല്ലാം മടക്കിയൊക്കെ വെക്കുന്നു. സ്പീഡായില്ല. എവിടോട്ടൊക്കെ വെക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുന്നു. ഉച്ചയായി 12:30 സമയായി. അപ്പൊ പള്ളിയിൽ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയായി. അപ്പൊ അദ്ദേഹം കുളിച്ചിട്ട് വന്ന് എല്ലാം റെഡിയാകുകയായി. നമ്മളോടൊന്ന് സഹായിച്ചു കൊടുക്കണം പുള്ളിക്കാരന്. തന്നെത്താൻ ചെയ്താലൊന്നും നല്ല തൃപ്തിയാകത്തില്ല. നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ നിക്കുവാ റെഡിയായി പള്ളിയിൽ പോകാൻ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുകയും വേണം. എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. അപ്പൊ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിന്ന് സ്പ്രേ എല്ലാം അടിച്ചു കൊടുത്ത് ഇങ്ങനെ നിൽക്കുക. ടാറ്റയൊക്കെ കാണിച്ച് പള്ളിയിലേക്ക് പോവുക. പോകാനെല്ലാം ഇറങ്ങി. തിരിച്ചു വന്ന് പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 3 മണിയായപ്പം തന്നെത്താനെ പുള്ളിക്കാരൻ്റെ തുണിയെല്ലാം മടക്കി ഓരോന്ന് വെക്കുക പുള്ളിക്ക് ആകുന്നത് പോലെ. നല്ല രീതിയിലൊന്നും മടക്കത്തില്ല. എങ്കിലും പുള്ളിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളോട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിലൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ കൈകൊണ്ട് അനങ്ങാതെ അവിടെ അങ്ങ് ഇരിക്കും. നല്ലപോലെല്ലാം അമർത്തിയൊക്കെയാ തുണി മടക്കി